السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. أما بعد. 24/5/2024 UAE ജുമഅ ഖുതുബ വകാനൂ ലനാ ആബിദീൻ, പ്രാർത്ഥന നിരതരാവുക എന്നതാണ് പ്രതിപാദ്യ വിഷയം. അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ ജനങ്ങളെ, ദൈവഭയമുള്ളവരായി തീരുന്നതിനു വേണ്ടി നിങ്ങളെയും മുമ്പ് കഴിഞ്ഞു പോയവരെയും സൃഷ്ടിച്ച നാഥനെ ആരാധിക്കുക. അള്ളാഹുവിനെ ആരാധിക്കുമ്പോഴാണ് നല്ല അന്ത്യവും വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗവും നിങ്ങൾക്ക് നേടാനാവുക. തിൽക്കൽ ജന്നത്തുല്ലദീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ. നമ്മുടെ അടിമകളിൽ ദൈവഭക്തിയുള്ളവർ ആരായിരുന്നുവോ അവർക്ക് നാം അവകാശമായി നൽകുന്ന സ്വർഗമാണിത്. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരെ, അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ നിന്ന് മറ്റൊരാൾക്കും അവകാശവാദം ഉന്നയിക്കാനില്ലാത്ത ഒന്നാണ് അവനു വേണ്ടി മാത്രമായി അവന്റെ പൊരുത്തം ആഗ്രഹിക്കുകയും അവൻ കനിഞ്ഞേകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും ചെയ്തുകൊണ്ട് ആരാധനകൾ നിർവഹിക്കൽ. അള്ളാഹുവിന് വേണ്ടി മാത്രം ആരാധിക്കുന്നവർക്ക് ആനന്ദം ലഭിക്കും. വിശ്വാസികൾക്ക് അതിലൂടെ വിജയവും കരസ്ഥമാക്കാം. ഓരോ നിസ്കാരത്തിലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് അവർ ഉറപ്പിച്ചു പറയും. എല്ലാ സൃഷ്ടികളും ഇതേ പാത പിന്തുടരുകയും അതിനുവേണ്ട കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദ. ആകാശഭൂമികളിലുള്ളവരെല്ലാം തന്നെ കരുണാനിധിയായ അള്ളാഹുവിന്റെ സന്നിധിയിൽ അവന്റെ ദാസന്മാരായി വരുന്നവർ മാത്രമാകുന്നു. ആരാധിക്കുന്ന ഓരോ അടിമക്കുമുള്ള ആദരവുമാണത്. അതിമഹത്തായ ആദരവ്. ഏറ്റവും മഹത്വമേറിയ സ്ഥലത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചതുപോലെയുള്ള ഒരു ആദരവ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാത്രിയിൽ സഞ്ചരിപ്പിച്ചവൻ പരിശുദ്ധനത്രേ. രക്ഷിതാവായ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനും അവരുടെ ബോധമണ്ഡലങ്ങളെ തൊട്ടുണർത്താനും വേണ്ടി മുഅ്മിനീങ്ങൾക്കുള്ള വെളിയാലമായി ധാരാളം ആയത്തുകൾ വന്നിട്ടുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നബിയെ, എന്റെ അടിമകളോട് ഞാൻ പ്രസ്താവിച്ചതായി പറയുക, തങ്ങളുടെ സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ള എന്റെ അടിമകളെ, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിരാശപ്പെട്ടു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു പാപങ്ങൾ മുഴുവനും പുറത്തു തരിക തന്നെ ചെയ്യും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നിശ്ചയം അവൻ തന്നെയാണ് വളരെ പൊറുക്കുന്നവനും പരമകാരുണികനും. നിർവഹിക്കേണ്ട പോലെ നിർവഹിക്കുകയും ആശയങ്ങൾ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കുകയും ചെയ്ത ഒരാൾക്ക് ആരാധനയുടെ രുചി ആസ്വദിക്കാനാകും. അപ്പോൾ നിസ്കാരം കൊണ്ടുണ്ടാകുന്ന നല്ല നല്ല പ്രതിഫലനങ്ങൾ അവനിൽ കാണാനുമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗന. കരുണാമയനായ അല്ലാഹുവിന്റെ ദാസന്മാർ വിനയാന്വിതരായി ഭൂമിയിൽ സഞ്ചരിക്കുന്നവരാണ്. അവർ അള്ളാഹുവിനെ വേണ്ട പോലെ ആരാധിച്ചപ്പോൾ അവരുടെ സ്വഭാവങ്ങൾക്ക് സൗന്ദര്യം കൈവന്നു. അവരുടെ വിശേഷണങ്ങൾ പ്രശംസനീയമായി. അവർക്ക് മനസ്സമാധാനവും മനഃശാന്തിയും കൈവന്നു. ആരാധനയുടെ ഏറ്റവും മഹത്തായ ഫലങ്ങളിൽ പെട്ടതാണത്. പ്രിയരെ, ആരാധന എന്നാൽ, ഇബാദത്ത് എന്നാൽ അള്ളാഹുവിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കലും അവന്റെ പൊരുത്തം നേടാൻ കർമ്മങ്ങൾ ചെയ്യലും അവന്റെ അടിമകൾക്ക് നന്മ ചെയ്യലുമാണ്. അള്ളാഹുവിൽ നിന്നിറങ്ങിയ എല്ലാ ദൈവിക ഗ്രന്ഥങ്ങളും മതങ്ങളും ഈ ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്തി വഇഖാമസ് സ്വലാത്തി വഈതാഅസ് സകാഹ്. ഉദാത്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും നിസ്കാരം മുറ പോലെ നിർവഹിക്കാനും സകാത്ത് കൊടുക്കാനും നാം അവർക്ക് ദിവ്യ സന്ദേശം നൽകി. വകാനൂ ലനാ ആബിദീൻ. നമുക്ക് ആരാധനകൾ അർപ്പിക്കുന്നവരായിരുന്നു അവർ. ഇബാദത്ത് അവിഭാജ്യമായ ഒരു സംജ്ഞയാണ്. ദ്വയാർത്ഥമില്ലാത്ത വാക്കുമാണ്. ഒരുപാട് മേഖലകളും പല രൂപങ്ങളും ഉണ്ടതിന്. ആരാധനയെ നിസ്കാരത്തിലോ സകാത്തിലോ ഹജ്ജിലോ നോമ്പിലോ മാത്രം ഒതുക്കാനാവില്ല. മറിച്ച് ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളെയും ആരാധനയായി കാണാം.
ഭൂമിയിലും ആകാശങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചവയെക്കുറിച്ച് ചിന്തിക്കൽ ഏറ്റവും മഹത്തായ ആരാധനകളിൽ ഒന്നാണ്. അല്ലാഹുവിന്റെ വാക്കുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? വൽ അർദ മദ്ദനാഹാ വഅൽഖൈനാ ഫീഹാ റവാസിയ വഅൻബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്. ഭൂമിയെ നാം വിശാലമാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ നാം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. കൗതുകമുള്ള എല്ലാ ഇനം ഇണവസ്തുക്കളെയും അതിൽ നാം മുളപ്പിക്കുകയും ചെയ്തു. തബ്സിറതൻ വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്. അല്ലാഹുവിലേക്ക് മടങ്ങുന്ന എല്ലാ അടിമകൾക്കും കണ്ടു മനസ്സിലാക്കുവാനും ഓർമ്മിക്കുവാനും വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. കുടുംബം പരിപാലിക്കലും അവരെ പരിഗണിക്കലും അവർക്കു വേണ്ടി ചെലവഴിക്കലും അതിമഹത്തായ ആരാധനയാണ്. എന്നല്ല, ചെലവഴിക്കുന്നതിന് ഏറ്റവും അധികം കൂലി കൊണ്ട് കിട്ടുന്നത് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനാണ്. അറിവ് നേടുക എന്നത് ഇഹലോകത്ത് പുരോഗതികൾ കൈവരിക്കാനുള്ള മാർഗമാണ്. എന്നാൽ പരലോക വിജയവും അതുകൊണ്ട് നേടാനാവും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിവ് തേടിക്കൊണ്ട് ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അത് കാരണം അവന് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. നിറമോ വിശ്വാസമോ വർഗമോ ദേശമോ നോക്കാതെ സൽസ്വഭാവത്തോടെയുള്ള ജനങ്ങളോടുള്ള പെരുമാറ്റവും ഇടപെടലും അതിമഹത്തായ ആരാധനയാണ്. അതു കാരണം ഉന്നതമായ സ്വർഗത്തിൽ അത്യുന്നതമായ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാനുമാകും. പ്രവാചകന്മാരുടെ സ്ഥാനത്തോടടുക്കാനും അവനാകും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടവും അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുകയും ചെയ്യുന്നവർ നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. അല്ലാഹുവേ, നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി പ്രകടിപ്പിക്കാനും ഏറ്റവും നല്ല രീതിയിൽ നിനക്ക് ആരാധനകൾ അർപ്പിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, മാതൃരാജ്യത്തോടുള്ള സ്നേഹവും ആ നാടിന്റെ ഭൂമിയെ പരിപാലിക്കലും ഇബാദത്തും അല്ലാഹുവിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കലുമാണ്. അവൻ പറയുന്നു, ഹുവ അൻശഅകും മിനൽ അർദ് വസ്തഅമറകും ഫീഹാ. നിങ്ങളെ അവൻ ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. സ്വന്തം നാടിന്റെ പുരോഗതിക്ക് വേണ്ടി കഠിനശ്രമം നടത്തുന്നതിനെ ഇബാദത്തായി കാണൽ ഓരോ പുരുഷന്റെയും ബാധ്യതയാണ്, ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ്. അവന്റെ ജോലിയിൽ വിശ്വസ്തയോടെയും കൃത്യതയോടെയും താല്പര്യത്തോടെയും ഏറ്റവും മേന്മയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനും പരിപൂർണമായ രീതിയിൽ ജോലികൾ ചെയ്തു തീർക്കാനും അവൻ അശ്രാന്ത പരിശ്രമം കാഴ്ചവെക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം പിന്നിലുള്ള ലക്ഷ്യം അള്ളാഹുവിന്റെ ഇഷ്ടവും അവന്റെ പൊരുത്തവും മാത്രമാവുകയും ചെയ്യണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും വല്ല പ്രവർത്തനവും ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും പൂർണ്ണമായ രീതിയിലാവലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ജോലിപരമായ വല്ല ഉത്തരവാദിത്വവുമുള്ള ഓരോരുത്തരും ആ ജോലിയെ അള്ളാഹുവിനുള്ള ആരാധനയും അവനിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗവും അതുപോലെ തനിക്കും തന്റെ കുടുംബത്തിനുമുള്ള ജീവിത മാർഗവുമായി കാണണം. ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലൂടെ അവിടുത്തെ അനുയായികളിൽ ഒരാൾ നടന്നുപോയി. അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലതയും ഉന്മേഷവും കണ്ട അനുയായികൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഈ ഉന്മേഷവുമൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ ചെറിയ മക്കൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പുറപ്പെട്ടതെങ്കിൽ അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് പുറപ്പെട്ടതെങ്കിൽ അതും അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. മറ്റൊരാളോടൊന്നും ചോദിക്കേണ്ട അവസ്ഥ വരുത്താതെ സ്വന്തം ശരീരത്തിനു വേണ്ടി പുറപ്പെട്ടതാണെങ്കിലും അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. നിങ്ങൾ നോക്കൂ, നമുക്കും അതുപോലെ അവിടുത്തെ അനുയായികൾക്കും ഇബാദത്തിനെ കുറിച്ചുള്ള ധാരണ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി തന്നത് എങ്ങനെയാണ്? ജോലി ചെയ്യുന്ന ഓരോരുത്തരും താൻ ഇബാദത്ത് ചെയ്യുകയാണെന്നും താൻ വരുത്തി വെക്കുന്ന വീഴ്ചകൾക്കും നിർവഹിക്കേണ്ട കാര്യങ്ങൾ പിന്തിച്ചതിനും അല്ലെങ്കിൽ പണിയൊന്നും ചെയ്യാതെ സിക്കിരിയു പോലെയുള്ള പല മാർഗങ്ങളും സ്വീകരിച്ച് ജോലിയിൽ നിന്ന് മുങ്ങിയതിനും താൻ വിചാരണ ചെയ്യപ്പെടുമെന്നും ബോധമുണ്ടാവണം. ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള ബോധവും ബോധ്യവുമുള്ള ആൾ തന്റെ ജോലിയിൽ വിശ്വസ്തനും മറ്റൊന്നും ആഗ്രഹിക്കാത്തവരുമാവും. അള്ളാഹുവിന്റെ പ്രീതിയും സമുദായത്തിനും നാടിനും ഉപകാരപ്രദവും പുരോഗതിയിലേക്ക് നയിക്കുന്നതുമായ കാര്യങ്ങളുമാവും അവന്റെ ലക്ഷ്യം. അള്ളാഹുവെ, ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. നിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് അവസരവും മനസ്സും
തൗഫീഖും നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.